കാലിക്കടവിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി ശോഭ ബാലൻ കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS നിവേദനം കൈമാറി. വെള്ളക്കെട്ട് പ്രശ്നം ചൂണ്ടിക്കാണിച്ച് കാലിക്കടവിൽ ഒരാഴ്ച മുൻപ് വ്യാപാരികൾ പ്രകടനവും ധർണാ സമരവും നടത്തിയിരുന്നു. മഴ കനക്കുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണാ സമരം. വർഷങ്ങളായി മഴക്കാലത്ത് കാലിക്കടവ് ടൗണിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി വ്യാപാരികൾക്കും ഒപ്പം ടെമ്പോ ഓട്ടോ തൊഴിലാളികൾക്കും തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമായിരുന്നു. നാട്ടുകാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും കാൽനട യാത്ര പോലും ദുസ്സഹമായ സാഹചര്യം. ഇതിൽ പ്രതിഷേധിച്ച് 2 മാസം മുൻപ് പിലിക്കോട് പഞ്ചായത്ത് ഓഫീസിലേക്ക് ധർണാ സമരം നടത്തിയിരുന്നു. പുതുതായി വന്ന പഞ്ചായത്ത് പ്രസിഡന്റിനും പഞ്ചായത്ത് സെക്രട്ടറിക്കും നിവേദനം നൽകിയിരുന്നു. മഴ വന്നതോടെ കാലിക്കടവ് ടൗണിൽ വ്യാപാരം നടത്താൻ സാധിക്കാത്ത സ്ഥിതിയാണ് വ്യാപാരികൾക്കുള്ളത്. കാലിക്കടവിലെ വെള്ളക്കെട്ടിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു 5 വർഷക്കാലമായി കടകളിലെല്ലാം വളരെയധികം വെള്ളം കയറി സാധനം നശിക്കുന്ന രീതിയാണ് ഇന്ന് ഉള്ളത്. വ്യാപാരികൾക്കുള്ളത്. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് ഇതേ അവസ്ഥ തന്നെയല്ലേ തുടരുന്നത്? ഇതേ അവസ്ഥ തന്നെയാണ് 5 വർഷമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഹൈവേയുടെ പണി പൂർത്തിയാക്കി ഓവുചാലിൻ്റെ പണി പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ ശാശ്വതമായ ഒരു പരിഹാരം ഈ വെള്ളക്കെട്ടിനുണ്ടാവുള്ളൂ. ഇതിപ്പം വെള്ളക്കെട്ടുണ്ടാവും പ്രധാന കാരണം ഈ ഓവുചാലിന്റെ നാഷണൽ ഹൈവേന്റെ ഹൈവേയുടെ പണി പൂർത്തിയാക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ വെള്ളക്കെട്ട് കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ നിവേദനം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കും? നമ്മൾ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കളക്ടർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ MLA ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം വേണം ഈ വെള്ളക്കെട്ടിന്. അത് ചെയ്യണം അത്രേ ഉള്ളൂ. ഇപ്പം വെള്ളം കയറാൻ തുടങ്ങിയിട്ട് കാലം കുറേ ഏകദേശം 5 വർഷത്തിന് മുകളിലൊക്കെ അത് പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധയിലേക്ക് പെടുത്തി. പിന്നെ ബാക്കിയുള്ള മെമ്പർമാരെ പിന്നെ വ്യാപാരി വ്യവസായി എല്ലാവരും കൂടി ഇത് അപേക്ഷയൊക്കെ കൊടുത്തിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു എന്നാ പറയൽ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഈ വെള്ളക്കെട്ടിന് വേണ്ടുന്ന യാതൊരു സൗകര്യങ്ങളൊന്നും ചെയ്തു തന്നിട്ടില്ല. പിന്നെ നമ്മളെ ഷോപ്പിലേക്കൊക്കെ വെള്ളം കയറി പോയിരുന്നു. പിന്നെ ഈ തൊട്ടപ്പുറത്തെ ഷോപ്പ് അവർ വെള്ളം കയറുന്നതുകൊണ്ട് കൂട്ടിയിട്ട് അവർ പോയി. അപ്പോൾ ഇതാണ് കാലിക്കടൻ്റെ അവസ്ഥ. എന്ന് വെച്ചാൽ വെള്ളം പോകേണ്ട വൃത്തിയായിട്ട് കൊടുക്കുന്നില്ല. പിന്നെ ബാക്കിയുള്ള വെച്ചാൽ നിരന്തരമായിട്ട് ബന്ധപ്പെടാമെന്നല്ലാണ്ട് യാതൊരു ഉത്തരവാദിത്വം അവർ കാണിക്കുന്നുണ്ട്. ഇത് ഈ പ്രാവശ്യം മാത്രമല്ല, പ്രാവശ്യം മാത്രമല്ല, ഇത് ഏകദേശം ഒരു 5 വർഷം 6 വർഷത്തിന് മുകളിലായി ഇത് കൂടുതലായിട്ട് കാണാൻ തുടങ്ങി. ഞാനിപ്പോൾ 10-12 കൊല്ലം ഇവിടെ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ കടയിൽ വെള്ളം കയറി കച്ചവടം ചെയ്യാൻ പറ്റില്ല? ഇല്ലല്ല, കച്ചവടം എങ്ങനെ ചെയ്യല്? കടയിൽ വെള്ളം കയറി കഴിഞ്ഞാൽ തോണിയാക്കി വരുന്ന പോലെയാണ് എടുത്ത അവസ്ഥ. കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ ഒന്നാമത് തന്നെ ഈ റോഡ് ആ സൈഡിലേ പോകുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാർ വരുന്നില്ല. പിന്നെ വെള്ളക്കെട്ട് പോകുമ്പോൾ ഒരു കസ്റ്റമറും ഷോപ്പിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയില്ല. കഴിഞ്ഞ വർഷം വ്യാപാരി വ്യവസായ സമിതി കാലിക്കടവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക പരിഹാരം എന്ന രീതിയിൽ തൊഴിലാളികളെ ഉപയോഗിച്ച് ഓവുചാലുകൾ വൃത്തിയാക്കിയിരുന്നു. എരവിൽ റോഡും ഓവുചാലും ഉയർത്തി പഞ്ചായത്ത് പുതുക്കി പണിതെങ്കിലും കാലിക്കടവ് ടൗൺ താഴ്ന്ന സ്ഥലത്തായതിനാൽ നാഷണൽ ഹൈവേയിലെ ഓവുചാലിന്റെ പണി പൂർത്തീകരിച്ചാൽ മാത്രമേ വെള്ളക്കെട്ടിന് പരിഹാരമാകൂ എന്നാണ് വിലയിരുത്തൽ. പടുവളം മുതൽ തിക്കുഴിച്ചാൽ വരെയും കാലിക്കടവ് ടൗൺ മുതൽ ആണൂർ പാലം വരെയും സർവീസ് റോഡിലെ ഓവുചാലിന്റെ പണി പൂർത്തിയായാൽ മാത്രമേ കാലിക്കടവ് ടൗണിലേക്ക് ഒഴുകിയെത്തുന്ന മഴവെള്ളം ഈ ഓവുചാൽ വഴി ആണൂരിലെ തോട്ടിലേക്ക് ഒഴുകിപ്പോകൂ. സംഭവം നാഷണൽ ഹൈവേ നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇത്രയും വർഷമായിട്ടും അധികൃതർ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നാഷണൽ ഹൈവേ കാലിക്കടവിൽ വ്യാപാരി വ്യവസായ സമിതി കാലിക്കടവ് യൂണിറ്റ് കഴിഞ്ഞ ആഴ്ച ധർണാ സമരം നടത്തിയത്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രാവശ്യവും കടകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകും. വിഷയത്തിൽ കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഇടപെടണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ലിങ്ക്, നാട്ടുവാർത്ത.